പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് CPM-ലേക്ക് സ്വീകരിച്ച കാപ്പ കേസ് പ്രതിക്കൊപ്പം വധശ്രമ കേസിൽ ഒളിവിലുള്ള പ്രതിയും SFI പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി സുധീഷാണ് CPM-ൽ എത്തിയത്. CK അബിലാലുണ്ട്. അബിലാൽ, അങ്ങനെ പാർട്ടി നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളുകൾ, അവരിൽ ക്രിമിനലുകളുടെ എണ്ണം കൂടുകയാണോ? ഒരാൾ കഞ്ചാവുമായി പിടിയിലാകുന്നു, ഒരാൾ 12ഓളം കേസിലെ കാപ്പ കേസിലെ പ്രതി. ഇപ്പോഴിതാ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കേസിലെ പ്രതി കൂടി വരികയാണ്. വിവരങ്ങൾ. കാപ്പ കേസിനും കഞ്ചാവ് കേസിനും പിന്നാലെയാണ് CPM-ലേക്ക് പ്രവേശിച്ച 62 പേരിൽ മറ്റൊരാൾ SFI പ്രവർത്തകർക്കെതിരായ വധശ്രമ കേസിൽ പ്രതിയാണ് എന്നുള്ള വിവരം കൂടി ലഭ്യമാവുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മാസം 21-ാം തീയതി രാത്രി 11:40 പത്തനംതിട്ട മേലെ വെട്ടിപ്പുറത്താണ് SFI പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായത്. ഇതിൽ ഒന്നാമത്തെ പ്രതി CPM-ലേക്ക് പ്രവേശിച്ച കാപ്പ കേസിൽ ഉൾപ്പെട്ട ശരൺചന്ദ്രനാണ്. ആ കേസിലെ തന്നെ 4ാമത്തെ പ്രതിയായിട്ടുള്ള സുധീഷാണ് CPM-ൽ കാപ്പ കേസ് പ്രതിക്കൊപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രവേശിച്ചിട്ടുള്ളത്. ഇത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ കേസിൽ അടിയിൽ പരാതിക്കാരായിട്ടുള്ള ആളുകൾ 3 പേരാണ്. SFI പ്രവർത്തകർ നിതിൻ, ഋഷി, അഭിജിത്ത്. ഇവരെ സംഘം ചേർന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കേസിൽ കാപ്പ കേസിൽ ഉൾപ്പെട്ട ആളായിട്ടുള്ള ശരൺചന്ദ്രൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജാമ്യം നേടിയിരുന്നു. എന്നാൽ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം സുധീഷ് ഇപ്പോഴും പിടികിട്ടാപ്പുള്ളി എന്നുള്ള തരത്തിൽ കരുതപ്പെടുന്ന ആളാണ്. ഏറെക്കുറെ 9 മാസത്തിന് ശേഷവും ഇയാളെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതേസമയം തന്നെ ഈ ഘട്ടത്തിലാണ് മന്ത്രിയും അതോടൊപ്പം തന്നെ CPM-ന്റെ മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ പങ്കെടുത്ത ചടങ്ങിൽ അയാൾ പരസ്യമായി എത്തുകയും CPM-ലേക്ക് മാലയിട്ട് സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം വല്ലതും നടത്തിയിട്ടുണ്ടോ അബിലാൽ? കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്കൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നുണ്ട്. പാർട്ടി അന്ന് ന്യായീകരിച്ചു, ജില്ലാ സെക്രട്ടറി പരസ്യമായി തന്നെ ന്യായീകരിച്ചതാണ്. പിന്നീട് ഈ കഞ്ചാവ് സംഭവവുമായി ബന്ധപ്പെട്ടും പുതിയ ക്യാപ്സ്യൂൾ ഏരിയ കമ്മിറ്റി ഇറക്കി അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ ക്രിമിനലുകളെ തെരഞ്ഞുപിടിച്ച് കൊടി നൽകി എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരും ദിവസങ്ങളിലും ശക്തിപ്പെടും. കാപ്പ കേസിലും കഞ്ചാവ് കേസിലും പാർട്ടിയുടെ ഔദ്യോഗികമായി പുറത്തുവന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ പിന്നീട് വന്ന വിശദാംശങ്ങളോടുകൂടി പാളിപ്പോയ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ പാർട്ടി കേന്ദ്രങ്ങൾ പ്രതികരിക്കുമോ എന്നത് തന്നെ സംശയകരമാണ്. കാരണം പാർട്ടിയിലേക്ക് എത്തിയവരിൽ നല്ലൊരു ശതമാനം ആളുകൾ ക്രിമിനൽ സ്വഭാവവും അതുപോലെ കാപ്പ കേസുമായി ബന്ധപ്പെട്ട ആളുമാണ് എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. പാർട്ടിയുടെ പ്രതികരണങ്ങളും പിന്നീട് വന്ന വിവരങ്ങളും ഒക്കെ തന്നെ അവരുടെ പ്രതികരണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ്, കേവലം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളത് മാത്രമാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് കൂടി ആയിരുന്നു എന്നതിനാൽ തന്നെയാണ് കൂടുതൽ പ്രതികരണങ്ങൾക്ക് പാർട്ടി കേന്ദ്രങ്ങൾ തയ്യാറാകാത്തത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതേസമയം ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച മന്ത്രിക്കെതിരെ ഇന്ന് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അഴകുളം മധു APCC ജനറൽ സെക്രട്ടറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ശരി, CK അബിലാലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പാർട്ടി കൊടി നൽകി സ്വീകരിച്ച പ്രവർത്തകരിൽ ഇപ്പോൾ കൂടുതൽ പ്രതികൾ കൂടി ഉണ്ടാവുകയാണ്. ഒരു കാപ്പ കേസ് പ്രതി, പിന്നീട് കഞ്ചാവ് കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലയാൾ, വധശ്രമ കേസിൽ അത് SFI-ക്കാരെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടി അതിൽ പട്ടികയിൽ പെടുകയാണ്.